നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനം മത്തായി 5 വളരെ പ്രഖ്യാതമായ വചനമാണ്. വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 29 മുതൽ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്തെറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലതുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിയുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അല്പം റിപ്പീറ്റേഷൻ ആവശ്യമുണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ അവസാന ഭാഗം ഒന്നുകൂടി എടുക്കുകയാണ്. ഇത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കണ്ണ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബാഹ്യമായ കണ്ണിനെയാണല്ലോ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ പിതാക്കന്മാർ പറയുന്നത്, വിശുദ്ധ ക്രിസോസ്തോം പിതാവ് പറയുന്നത് മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അല്പം റിപ്പീറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ശരീരത്തിൻ്റെ കണ്ണ് ആന്തരിക കണ്ണിൻ്റെ പ്രതിഫലനമാണ്. അതായത് നമ്മളുടെ ബാഹ്യമായ കണ്ണിനെ ആനുപാതികമായി നമുക്ക് ആന്തരിക നയനങ്ങളുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി. വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ എന്ന് പറയണതിനെ വിശുദ്ധ ക്രിസോസ്തോം പിതാവ് പറയുന്നത് ഒന്നുകൂടി, ശരീരത്തിൻ്റെ കണ്ണ് ആന്തരിക കണ്ണിന്റെ പ്രതിഫലനമാണ്. ശരീരത്തിനും അതിന് അവയവങ്ങളുണ്ട്. അതായത് ഇടത്തെ കണ്ണ്, അതിൻ്റെ വിശപ്പും ഇടത്ത് കരവും, അതാണ് ശരീരത്തിൻ്റെ അവയവങ്ങൾ. എന്നാൽ ആത്മാവിൻ്റെ ഭാഗങ്ങളെ നീതിയുള്ളവ എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ ആത്മാവിനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര മനസ്സോടും നീതിയുടെ നിയമത്തിൻ്റെ കീഴിലുമാണ്. അത് നീതിപൂർവം കാണാനും പ്രവർത്തിക്കാനുമാണ്. എന്നാൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ സ്വതന്ത്ര മനസ്സുള്ളവയല്ല. അവ പാപത്തിൻ്റെ നിയമത്തിന് കീഴിലാണ്. ബാഹ്യ കണ്ണുകൾ അവയെ ഇടത്തേതെന്ന് വിളിക്കുന്നു. എന്നാൽ അവിടുന്ന് ശരീരത്തിൻ്റെ അവയവത്തെ മുറിച്ചെറിയാൻ കൽപ്പിക്കുന്നില്ല. നമുക്ക് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ സൂക്ഷിക്കാം, അതിനപ്പുറത്തൊന്നും ചെയ്യരുത്. ആഗ്രഹമുള്ളത് കൊണ്ട് മുറിച്ചെറിയാനാവുകയില്ല ശരീരത്തിൻ്റെ. എന്നാൽ മനഃപൂർവം തിന്മയെപ്പറ്റി ചിന്തിക്കുകയും മനഃപൂർവം തിന്മയെപ്പറ്റി ചിന്തിക്കുകയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നീതിപൂർവകമായ ആഗ്രഹങ്ങളും ശരിയായ മനസ്സും നമ്മളെ എതിർക്കുന്നു. അതുകൊണ്ട് അവയെ മുറിച്ചു കളയാൻ അവിടെ നിന്ന് പറയുന്നു. അവയെ നമുക്ക് മുറിച്ചു കളയാം, കാരണം നമ്മുടെ ഇച്ഛാശക്തി സ്വതന്ത്രമാണ്. ഇനി ഇതിനെ മനസ്സിലാക്കാൻ താഴെ ഒരു ഉപമ പറയുകയാണ്. അത് മനസ്സിലാവുമ്പോഴാണ് ഇത് മുഴുവനും മനസ്സിലാവുക. അല്ലെങ്കിൽ സ്വയമേ എത്രമാത്രം നന്മയായിട്ടുള്ളതായാലും നമ്മെയും മറ്റുള്ളവരെയും ദ്രോഹിക്കുന്നെങ്കിൽ അതെല്ലാം നാം മുറിച്ചു കളയണം. ഉദാഹരണമായി, ഈ ഉദാഹരണം ശരിക്കും ശ്രദ്ധിക്കണം. ഉദാഹരണമായി, ഒരു സ്ത്രീയെ മതപരമായ ലക്ഷ്യങ്ങളോടെ സന്ദർശിക്കുന്നത്, മതപരമായ ആത്മീയമായ ലക്ഷ്യങ്ങളോടെ ഒരു കൗൺസിലിങ്ങിനോ പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ത്രീയെ സന്ദർശിക്കുന്നത്, അവളെ സംബന്ധിച്ച ഒരു നല്ല ലക്ഷ്യം വലത്തെ കണ്ണ് എന്ന് വിളിക്കപ്പെടും. മനസ്സിലായോ? അതാണ് വലത്തെ കണ്ണ്. അവളെ സന്ദർശിക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ്? ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കാനും പ്രാർത്ഥിക്കാനുമാണ്. എന്നാൽ മിക്കപ്പോഴും അവളെ കാണുന്നത് എന്നെ ആഗ്രഹത്തിൻ്റെ വലയിൽ വീഴിച്ചു, പല ആഗ്രഹത്തിൻ്റെയും വലയിൽ വീഴിച്ചു, അല്ലെങ്കിൽ അവളുടെ നേരെയുള്ള ഏതെങ്കിലും നോട്ടം എന്നെ ദ്രോഹിച്ചു. അപ്പോൾ വലത്തെ കരം സ്വയമേ നല്ലതായിട്ടുള്ളത് എന്നെ ദ്രോഹിക്കുന്നു. കണ്ടോ? അപ്പോൾ വലത്തെ കരം സ്വയമേ നല്ലതായിട്ടുള്ളത് ദ്രോഹിക്കുന്നു. എന്തെന്നാൽ വലത്തെ കണ്ണ് നല്ല നിയോഗമാണ്, വലത്തെ കരം നല്ല ആഗ്രഹമാണ്. പക്ഷെ ഇപ്പോൾ അത് നമ്മളെ ദ്രോഹിക്കുന്നു. എങ്കിൽ അത് മുറിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ ആ ആഗ്രഹം സ്വയമേവ നല്ല കാര്യമാണ് വലത്തെ കണ്ണ്. എന്നാൽ ആ നല്ല കാര്യം ദുരുപയോഗിക്കപ്പെടുകയാണെങ്കിൽ അവിടെ അതിനെ മുറിച്ചു മാറ്റുക. ഇനി വ്യാഖ്യാനം. അഥവാ വലത്തെ കണ്ണ്, ഇനി മറ്റൊരു ചിന്തയാണിത് വ്യാഖ്യാനത്തിൽ. അഥവാ വലത്തെ കണ്ണ് ധ്യാനാത്മകമായ ജീവിതമാണ്. അത് ക്ഷമയില്ലായ്മയുടെയും
ആത്മവഞ്ചനയുടെയും കാരണം ആകാം. അല്ലെങ്കിൽ നമ്മുടെ ദുർബലത കൊണ്ട് അതിൻ്റെ ശുദ്ധമായ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല. വലത്തേക്കരം സത്പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ ക്രിയാത്മകമായ ജീവിതമാണ്. അത് സമൂഹത്തിലും ജീവിത വ്യാപാരങ്ങളിലും കെണിയിൽ വീഴ്ത്തപ്പെടാം. അതുകൊണ്ട് ആർക്കെങ്കിലും ധ്യാനാത്മകമായ ജീവിതം നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളിൽ നിന്നും അലസതയോടെ മാറാതിരിക്കട്ടെ. അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ മധുരമുള്ള ധ്യാനത്തിൻ്റെ ഉറവ ഉണങ്ങിപ്പോകും. അതാണ് മറ്റൊരർത്ഥം അതിൻ്റെ. അതായത് ആർക്കെങ്കിലും ധ്യാനാത്മകമായ ജീവിതം നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളിൽ നിന്നും അലസതയോടെ മാറാതിരിക്കട്ടെ. അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ മധുരമുള്ള ധ്യാനത്തിന്റെ ഉറവ ഉണങ്ങിപ്പോകും. വിശുദ്ധ റെമേജിയൂസ് വലത്തെ കണ്ണും വലത്തെ കരവും മുറിച്ചു കളയുന്നതിന്റെ കാരണം എന്തെന്നാൽ നിനക്ക് കൂടുതൽ നല്ലത് എന്നതിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നിനക്ക് കൂടുതൽ നല്ലത്. വിശുദ്ധ ക്രിസോസ്റ്റം എന്തെന്നാൽ നമ്മൾ പരസ്പരം അവയവങ്ങളാണ്. അതുകൊണ്ട് അവയിൽ ഒരവയവം കൂടാതെ രക്ഷപ്പെടുകയാണ് എല്ലാ അവയവങ്ങളോടും കൂടി നശിക്കുന്നതിനേക്കാൾ നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ലക്ഷ്യമോ നല്ല പ്രവൃത്തിയോ കൂടാതെ രക്ഷിക്കപ്പെടുകയാണ് എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്തിട്ട് നശിക്കാതിരിക്കുന്നത്. ശ്രദ്ധിക്കാവുന്നൂടി. എന്തെന്നാൽ നമ്മൾ പരസ്പരം അവയവങ്ങളാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഓരോരുത്തരും വ്യത്യസ്ത അവയവങ്ങളാണ്. അതുകൊണ്ട് അവയിൽ ഒരവയവം കൂടാതെ രക്ഷപ്പെടുകയാണ് എല്ലാ അവയവങ്ങളോടും കൂടി നശിക്കുന്നതിനേക്കാൾ നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ലക്ഷ്യമോ നല്ല പ്രവൃത്തിയോ കൂടാതെ രക്ഷിക്കപ്പെടുകയാണ് എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്തിട്ട് നശിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കമ്പാരിസൺ. നമ്മൾ എപ്പോഴും നമ്മുടെ ബലഹീനതകളെ പരിശുദ്ധാത്മാവിലൂടെ കണ്ണിൽ എണ്ണൊഴിച്ച പോലെ നോക്കിയിരിക്കണം. ഈ ബലഹീനതകളിൽ നിന്നും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ഇതിന്റെ സാരാംശം. അതുകൊണ്ടാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ സഹായം പൂർണ്ണമായിട്ട് നമുക്ക് ലഭ്യമാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ നമ്മൾ മുൻകൂട്ടി വാങ്ങി നമ്മളിൽ നിറച്ചിരിക്കുകയാണെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇനി തുടർന്ന് ഈ വ്യഭിചാരത്തിന്റെ മേഖലയാണ് ഈ പറയുന്നതെല്ലാം. കാരണം ഫരിസേയരും നിയമജ്ഞരും വ്യഭിചാരിണിയെ ഉടനെ കൊന്നുകളയും. എന്നാൽ ഈശോ പറഞ്ഞു വരുന്നത് ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നതിന്റെ കാര്യമാണ്. പ്രവൃത്തിയിലൂടെ വ്യഭിചാരം ചെയ്യുന്നതൊന്ന് അവരെ കൊന്നുകളയും. പക്ഷേ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നവരെ എങ്ങനെ മനസ്സിലാവും? എന്നാൽ ഈശോ വന്നിരിക്കുന്നത് ആ ഹൃദയത്തിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയാണ്. എല്ലാ തിന്മയും വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്ന് വിചാരിച്ചത് പെട്ടെന്ന് അങ്ങ് നടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ഇപ്പൊ വിശുദ്ധ അഗസ്തീനോസ് തന്നെ 33 വയസ്സിലാണ് ക്രിസ്ത്യാനി ആയത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രലോഭനങ്ങളും വളരെ തിന്മകളും ഉണ്ടായിരുന്നു. എന്നാൽ യേശു വന്നു കഴിഞ്ഞപ്പോ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ന മാതിരി നമ്മുടെ ജീവിതത്തിൽ യേശു അനുഭവം പൂർണ്ണമായി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യഭിചാരമോ അതുപോലെയുള്ള തിന്മകളോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അങ്ങനെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ ക്രിസ്തു അനുഭവം നമ്മളിൽ പൂർണ്ണമായിട്ടില്ല. അതൊരു പ്രോസസ്സാണ്. അത് പൂർണ്ണമാകുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്, നിയമം മോശ വഴി വന്നു, എന്നാൽ കൃപയും സത്യവുമാകട്ടെ യേശു വഴി വന്നു. ആ യേശു വഴി വന്ന കൃപയും സത്യവും നമ്മളിൽ പൂർണ്ണമാകണം. അത് വിശ്വാസത്തിലൂടെയും ഈശോയെ കുറിച്ചുള്ള രക്ഷാകര രഹസ്യങ്ങളുടെ അറിവിലൂടെയും ഈശോ തന്നെ നൽകുന്ന കൃപയിലൂടെയുമാണത്. ഓക്കെ, ഇനി അടുത്ത വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
31, 32 വാക്യങ്ങളാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭാര്യയെ ഉപേക്ഷിക്കാം, ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ വ്യാഖ്യാനം, അയൽക്കാരന്റെ ഭാര്യയെ ആസക്തിയോടെ നോക്കരുതെന്ന് കർത്താവ് മുകളിൽ പഠിപ്പിച്ചു. ഇനി നമ്മുടെ ഭാര്യയെ ഉപേക്ഷിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. അതാണ്, അയൽക്കാരന്റെ ഭാര്യയെ ആസക്തിയോടെ നോക്കരുത് കർത്താവ് മുകളിൽ പഠിപ്പിച്ചു. ഇനി നമ്മുടെ ഭാര്യയെ ഉപേക്ഷിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ ജെറോം വിവാഹമോചനം അനുവദിക്കുന്നതിനെ പറ്റി മോശ പഠിപ്പിച്ചു. കർത്താവായ രക്ഷകൻ അതിന്റെ നിഗമനമായി കൂടുതൽ വിശദീകരിക്കുന്നു. ഭർത്താക്കന്മാരുടെ ഹൃദയകാഠിന്യം കൊണ്ട് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വിസമ്മതം അനുവദിച്ചിരുന്നു. അതാണ് ഭർത്താക്കന്മാരുടെ ഹൃദയകാഠിന്യം. ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ ഈശോ പറഞ്ഞു, മോശ അത് അനുവദിച്ചത് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ്. ആദ്യം മുതൽ അങ്ങനെയല്ല. 19:8 നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. 6-ാമത്തെ വചനം, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. വിശുദ്ധ ക്രിസോസ്തം. എന്തെന്നാൽ മോശ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർ വംശപരമായി ഹീബ്രു ജനതയായിരുന്നു. എന്നാൽ പെരുമാറ്റ രീതികളിലെല്ലാം ഈജിപ്തുകാരായിരുന്നു. എബ്രായ ജനതയിൽ അബ്രാഹത്തിന്റെ രീതിയാണ്, അല്ലെങ്കിൽ അബ്രാഹത്തിലൂടെ കർത്താവ് നൽകിയ രീതികളാണ് എബ്രായ ജനതയുടെ രീതി. എന്നാൽ അത് സംഭവിച്ചത് ഭർത്താവ് ഭാര്യയെ ദോഷിക്കുന്ന വിജാതീയ രീതികൾ മൂലമാണ്. ഭാര്യയെ ഉപേക്ഷിക്കാൻ അനുവദിക്കപ്പെടാതിരുന്നാൽ അവളെ കൊല്ലാനോ പീഡിപ്പിക്കാനോ അവർ തയ്യാറായിരുന്നു. അതുകൊണ്ട് ഉപേക്ഷാപത്രം കൊടുക്കാൻ മോശ സമ്മതിച്ചു. അതിൽ തന്നെ നല്ല നടപടിയായതുകൊണ്ടല്ല, കൂടുതലായ തിന്മ തടയാനുള്ള മാർഗമായിട്ടാണ് അങ്ങനെ ചെയ്തത്. മനസ്സിലായല്ലോ? ഇതിനകത്ത് പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. വിശുദ്ധ ഹിലാരി, എന്നാൽ ഭൂമിയിൽ സമാധാനവും സന്മനസ്സും കൊണ്ടുവന്ന കർത്താവ് വൈവാഹിക ബന്ധത്തിൽ അതിനെ ഭരിക്കാൻ ആഗ്രഹിച്ചു. അതാണ്, ഭൂമിയിൽ സന്മനസ്സും സമാധാനവും കൊണ്ടുവന്ന കർത്താവ് വൈവാഹിക ബന്ധത്തിൽ അതിനെ ഭരിക്കാൻ ആഗ്രഹിച്ചു. കർത്താവിന്റെ കൃപയാണ്. അപ്പോ ഈശോ കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനമാണ്, സന്മനസ്സാണ്. അത് നമുക്ക് കൃപയിലൂടെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ ചില സമയത്ത് ഭയാനകമായ അവസ്ഥ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമ്മളിൽ വേണ്ട മാതിരി രണ്ട് വ്യക്തികളിലും ക്രിസ്തു പൂർണ്ണമായി രൂപപ്പെട്ടിട്ടില്ലായിരിക്കാം. ഈശോ ഈ വൈവാഹിക ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ 19-ാം അധ്യായത്തിൽ, നമ്മൾ ഇത്തിരി മുമ്പ് വായിച്ച 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാവർക്കും മനസ്സിലാവില്ല. ഇത് കൃപ കിട്ടിയവർക്കേ മനസ്സിലാവുകയുള്ളൂ. 19:14 അല്ലെങ്കിൽ 19:11 കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഇതൊരു ഇത് ഭയങ്കര രസമാണ്. ഈ പ്രബോധനം ഈശോ പഠിപ്പിക്കുമ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് വിവാഹത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ശിഷ്യന്മാര് പറയാണ്, ഭാര്യാഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. ആര് പറയണ്? ശിഷ്യന്മാർ. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്താണ് കൃപ എന്ന് പറയുന്നത് ഇവിടെ? അതാണ് കൂദാശ, കൗദാശികമായ കൃപാവരം. നമ്മളും വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം കഴിച്ചു, പെണ്ണ് കാണാൻ പോടാ, പെണ്ണ് കാണാൻ പോയി, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്നാൽ നടത്തി കളഞ്ഞു. 2 ആഴ്ചക്കകത്ത് കല്യാണം നടത്തും. ഒരു കൂദാശ സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും ഒരുക്കം നമ്മൾക്ക് കിട്ടിയോ പറയും. ഇപ്പോഴൊക്കെ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്നതിന് വിവാഹ പ്രിപ്പറേഷൻ
സെമിനാറുകളുണ്ട്. 3 ദിവസത്തെ സെമിനാർ. ഈ 3 ദിവസത്തെ സെമിനാർ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക? ഇവിടെയാണ് അടിസ്ഥാനപരമായൊരു മാറ്റം ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്തോരം വിവാഹമോചനങ്ങളാണ്? ഒരു കാരണം, വിവാഹം എന്ന് പറയുന്നത് ചുമ്മാ നീന്താൻ ചാരണമായൊരു വെള്ളത്തിലേക്ക് അങ്ങ് ചാരണതല്ല. കാരണം ഇതിനെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അധികാരം ഏറ്റെടുത്തിട്ട് ആദ്യം ചെയ്തത് കുടുംബങ്ങൾക്ക് വേണ്ടി, ഫാമിലികൾക്ക് വേണ്ടിയുള്ള ഒരു പൊണ്ടിഫിക്കൽ കൗൺസിൽ ഉണ്ടാക്കി, പൊണ്ടിഫിക്കൽ കോളേജുകൾ ഉണ്ടാക്കി. കുടുംബങ്ങളെ കുടുംബ ജീവിതത്തിൽ വളർത്തുന്നതിനുള്ള പഠനങ്ങൾ അടങ്ങുന്ന ഒരു പ്രബോധനം ഉണ്ടാക്കി. അതാണ് തിയോളജി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ഇത് പെട്ടെന്നുണ്ടായതല്ല. ഇത് ഞാനിപ്പോൾ അല്പം പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1978 സ്ഥാനമേറ്റത്. എന്നാൽ അതിനു മുമ്പ് 100 വർഷം മുമ്പേ തന്നെ മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാര് ഇത് വളരെ അർജന്റ് നീഡാണ്, കുടുംബങ്ങൾക്ക് വേണ്ട ഫോർമേഷൻ കൊടുക്കേണ്ടത് അടിയന്തര ആവശ്യമാണെന്ന് 100 വർഷം മുമ്പേ പല ചാക്രിക ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടെങ്കിലും ഒരനക്കവും നമ്മുടെ ജനങ്ങളുടെ ഇടയിലോ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും കാര്യമായ അനക്കം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അന്നേ മുതൽ ഈശോ പറയണം, ഇത് കൃപ കിട്ടിയവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. ശിഷ്യന്മാര് പറയാണ്, ഇങ്ങനെയാണ് വിവാഹമെങ്കിൽ അത് ചെയ്യാതിരിക്കല്ലേ നല്ലത്. ഇത് ഇന്ന് നമ്മുടെ പിള്ളേര് പറയുന്നുണ്ടല്ലോ. കാരണം ഒരു കുടുംബത്തിലെ തട്ടും മുട്ടും ബഹളവും കണ്ടു കഴിയുമ്പോൾ പിള്ളേര് പറയാണ്, ഇങ്ങനെയാണ് വിവാഹബന്ധമെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കാൻ നല്ലത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പറയാണ്. ഒരിക്കൽ ഞാൻ ബോംബെയിൽ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ കൗൺസിലിംഗ് ആണ്. അവർക്ക് നിർബന്ധമായിട്ട് കൗൺസിലിംഗ് വേണം. അപ്പോൾ 5 മണി വരെ ധ്യാനം കഴിഞ്ഞ് പിന്നെ കൗൺസിലിംഗ്. വലിയൊരു ക്യൂ ഉണ്ട് കൗൺസിലിങ്ങിന്. അപ്പോൾ ഒരു സഹോദരി, ഒരു പെണ്ണ് വന്നിരുന്നിട്ട് പറയാണ്, ഞാൻ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചു, ഇനി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് കൗൺസിലിങ്ങിന്റെ ഒരു വശം. ഞാൻ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ? അതെന്റെ തീരുമാനമല്ലേ. ആഹാ, നിനക്ക് അങ്ങനെ തീരുമാനിക്കാൻ ആരാ ലൈസൻസ് തന്നെ? ഐ ആം എ വുമൺ, ഐ ഹാവ് മൈ ഓൺ ഡിസിഷൻ. എനിക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, നിന്നെക്കുറിച്ച് നീ അല്ല തീരുമാനിക്കേണ്ടത്. വാട്ട് ആർ യു ടോക്കിംഗ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വളരെ സൗമ്യതയോടാണ് ഞാൻ പറയണത്. എനിക്ക് അതിനോട് വലിയ സ്നേഹം തോന്നി. അപ്പോഴേക്കും എന്നോട് കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു, നിന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ നിന്റെ അകത്തൊരു ഗർഭപാത്രവും സൃഷ്ടിച്ചിട്ട് ഒരു പുണ്യാളനെ, ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് നീ അത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നോ 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 എനിക്കതൊന്നും പറ്റുന്നില്ല, ഐ ഡോണ്ട് വാണ്ട്. അപ്പം ഞാൻ പ്ലേറ്റ് മാറ്റി. ഞാൻ പറഞ്ഞു, നീ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം നിന്റെ അപ്പൻ മദ്യപാനിയല്ലേ? അവളുടെ കംപ്ലീറ്റ് ചിന്ത വേറെ മാറി. നിന്റെ അപ്പൻ മദ്യപാനിയാണ്, അപ്പൻ മദ്യപിച്ചുവെന്ന് അമ്മയെ തല്ലുന്നത് കണ്ടു പല പ്രാവശ്യം. അപ്പോഴൊക്കെ നീ പറഞ്ഞു, ഇനി ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട, കല്യാണമേ കഴിക്കണ്ട. അങ്ങനെയല്ലേ നീ തീരുമാനിച്ചത്? അവൾ കരയാൻ തുടങ്ങി. ശരിക്കും സത്യമാണ് സാറേ, അതല്ലേ ശരി. ഇങ്ങനെ ഒരു ജീവിതം എന്തിനാ? അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തിനാ നിന്റെ ജീവിതം അങ്ങനെ ആവുമെന്ന് വിചാരിക്കണേ? നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് നീ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം നീ വിവാഹം കഴിക്കുക എന്നതാണ്. അങ്ങനെ എന്നോട് പറയാൻ പറഞ്ഞു. അവള് പറഞ്ഞു, നോ നോ നോ. അപ്പൊ ഞാൻ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് നീ ഇങ്ങനെ പ്രാർത്ഥിക്ക്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം. ഈ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? അത് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, പോയിക്കോളൂ. കാരണം കർത്താവ് പറഞ്ഞു, അവളെ കുറിച്ചുള്ള ഹിതം, അവൾ വിവാഹം കഴിക്കാമെന്ന് കർത്താവ് നടത്തും. അത് കഴിഞ്ഞ് ഏതാണ്ട് 6 വർഷം കഴിഞ്ഞപ്പോൾ, ബോംബെയിൽ എപ്പോഴും ധ്യാനം നടത്താൻ പോകുന്ന 6 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ധ്യാനത്തിൽ, അത് ദമ്പതി ധ്യാനമായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഓടി വന്നിരിക്കുകയാണ് ഈ സ്ത്രീ ഒരു കുഞ്ഞുമായിട്ട്, ഭർത്താവുമായിട്ട്. അപ്പോൾ എനിക്ക് അവളെ ഓർമ്മയില്ല അവളെ. അപ്പോൾ അവൾ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാനാണ് ഒരിക്കൽ
5-6 വർഷം മുമ്പ് നിന്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊപ്പം നീ പറഞ്ഞില്ല, നീ എന്നെ കുളിച്ചോ. യെസ്, അന്ന് നീ പറഞ്ഞില്ലേ നിനക്ക് ഒരു വിശുദ്ധനെ ഉണ്ടാക്കാൻ ഗർഭപാത്രം തന്നിരിക്കണം, ഇതാണ് ആ വിശുദ്ധ, ഇവളുടെ പേര് എസ്തർ എന്നാണ്, നീ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് അതിന് ഉണ്ടായതൊരു നാടകീയ അവസ്ഥ ഒന്ന് പറയാണ്. എന്നെ പണ്ടേ പോലെ പ്രേമിച്ചിരുന്ന ഒരാളാണ് ഇദ്ദേഹം. പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് ഇയാൾ നിരാശനായിട്ട് ഇയാളും കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിച്ച് ഇയാൾ സെമിനാരിയിൽ പോയി ചേർന്നു. സെമിനാരിയിൽ കുറെ നാൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടു, നിന്റെ വിളി വൈദികനാകാനുള്ളതല്ല പറഞ്ഞു വിട്ട് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ മാറ്റം വന്നു. ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്യണേ? അപ്പോൾ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും കല്യാണം കഴിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ സെമിനാരിൽ പോയി ചേർന്ന് അവിടെ നിന്നും പറഞ്ഞു വിട്ടു, ഞാൻ എന്ത് ചെയ്യാൻ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിപ്പോൾ തീരുമാനിച്ചു കല്യാണം കഴിക്കാൻ, എന്ന് നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ അവർക്ക് കുഞ്ഞുണ്ടായി. ഇത് ഞാൻ ഒരുപാട് ധ്യാനങ്ങളിൽ പറയാറുള്ളതാണ്, നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതാണ്, ക്ഷമിക്കണം. എങ്കിലും ഇതിൻ്റെ അകത്ത് വലിയ ഒരു ദൈവപരിപാലനയെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ മക്കള് 10, 15 അല്ലെങ്കിൽ 10-20 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 25 വയസ്സായപ്പോൾ പോലും ചിന്തിക്കുന്നില്ല. അതാണ് ഇന്നത്തെ കാലഘട്ടം. കാസ്റ്റിക് അനൂബി എന്ന ഒരു ചാക്രിക ലേഖനമുണ്ട്. കാസ്റ്റിക് അനൂബി വിവാഹ ജീവിതത്തിൻ്റെ അർജന്റ്, വിവാഹത്തെക്കുറിച്ച് ചുമ്മാ പോയി അങ്ങ് കല്യാണം കഴിച്ചാൽ പോരാ, ഒരു വൈദികനാകുന്നതിന് 10 മുതൽ 15 വർഷം വരെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഒരു കന്യാസ്ത്രീ ആകുന്നതിന് 7 മുതൽ 10 വർഷം വരെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് എന്ത് ഫോർമേഷനാണുള്ളത്? ഇതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ അതിന് തയ്യാറാകാനല്ലേ പറ്റുള്ളൂ. നമ്മൾ 25 വയസ്സിലും പെൺപിള്ളേർ തന്നെ പോലീസ് ഓഫീസർ ആകണം, IAS ഓഫീസർ ആകണം, കളക്ടർ ആകണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം. ഞാൻ അവരോട് പറയും, ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിന്റെ ജീവിതത്തിനെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്? ഇതെല്ലാം ആയേക്കാം, ആകണ്ടെന്നോ ആകരുതെന്നോ ആകാമെന്നോ പറയുന്നില്ല. പക്ഷെ ആദ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്ന പോലെ തന്നെ പുരുഷനായാലും ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവം ആദത്തെ സൃഷ്ടിച്ചിട്ട് ആദ്യം കൊടുത്തത് എന്താ? അവന് ഒരു ഭാര്യയെ കൊടുത്തു. ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ എന്താ കൊടുത്തത്? ഭർത്താവിനെ കൊടുത്തു. ഭർത്താവിൽ നിന്നാണ് അവളെ സൃഷ്ടിച്ചത് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ആദ്യം വേണ്ടത് ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ജീവിത പങ്കാളിയാണ്. ആ ജീവിത പങ്കാളിയുമായിട്ട് കണ്ടുമുട്ടാത്തോടത്തോളം കാലം നമ്മൾ പൂർണ്ണതയല്ല, നമ്മുടെ ജീവിതം പൂർണ്ണതയിലല്ല. അത് കൃത്യസമയത്ത് കണ്ടുമുട്ടാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം. അല്ലാതെ നമ്മൾ പഠിച്ച് വലുതായി കാരിയർ ബിൽഡിങ് ചെയ്ത് വലിയ കാരിയർ ഒക്കെ ഉണ്ടാക്കുന്നതിനല്ല കാര്യം. അപ്പോൾ നമ്മുടെയൊക്കെ തലമുറയിലും ചെറുപ്പം മുതലേ നമ്മൾ കാരിയർ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ എന്ത് പഠിക്കണം, എന്ത് ആളാകണം, എത്ര പെൻഷൻ കിട്ടണം, ഇതാണ് ചിന്തിക്കുന്നത്. എന്താണ് ദൈവം നമ്മളെക്കുറിച്ച്, ആരെയാണ് നമ്മളെക്കുറിച്ച് നമ്മുടെ ജീവിത പങ്കാളിയാകാനും, നമ്മളൊരു സ്ത്രീയാണെങ്കിൽ അവളെക്കുറിച്ചുള്ള ആദ്യത്തെ ദൈവത്തിൻ്റെ പദ്ധതി അവൾ ഒരു ഭാര്യയാകുക, അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളതാണ്. ഒരു പുരുഷനാണെങ്കിൽ അവനൊരു അപ്പനാകുക, അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകുക. അതിനുവേണ്ടി എന്താണ് പഠിക്കേണ്ടത്? അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഫോർമേഷൻ വേണം, നമ്മൾക്ക് കുറച്ച് ദൈവത്തിൻ്റെ കൃപ വേണം. ആ കൃപയില്ലാതെ നമ്മൾ വരണ്ട അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു. ആ വരണ്ട അവസ്ഥയിലുള്ള ജീവിതമാണ് തുടരുന്നത്. ഇപ്പം ഇതെല്ലാം പറയാനുള്ള ഒറ്റ കാരണം, വളരെ വലിയ ഒരു രഹസ്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 11, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഇതാണ് പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാട്. ഇതാണ് യേശുക്രിസ്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരുടെ ഇടയിൽ ഹൃദയകാഠിന്യം ഉണ്ടായി കഴിയുമ്പോൾ അവരങ്ങ് ഉപേക്ഷിക്കാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം അന്ന് യേശുക്രിസ്തു വന്നിട്ടില്ല. യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഹൃദയകാഠിന്യത്തെ മാറ്റാൻ പറ്റുകയുള്ളൂ. യേശുക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എങ്കിലും
ഹൃദയകാഠിന്യം, ഹൃദയം മാംസളമാകാതെ ആ കഠിനമായ ഹൃദയത്തെ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഭാര്യയും ഭർത്താവിൻ്റെയും ജീവിതം ശരിക്കും കല്ലുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് വേണ്ട വ്യത്യാസം. പുതിയ നിയമത്തിൻ്റെ ഹൃദയമായിട്ടില്ല, ഈശോയിൽ ഒന്നായിട്ടില്ല. ഈശോയുടെ കരുണയും വാത്സല്യവും സ്നേഹവും ഹൃദയത്തെ മാറ്റിയിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഹൃദയത്തെ സ്പർശിച്ചിട്ടില്ല. നിയമവും ചട്ടവും ഹൃദയകാഠിന്യം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിവാഹം ഒരു ആനന്ദമാകില്ല. ക്ലാസ് പെട്ടെന്ന് അങ്ങനെ വിവാഹത്തിലേക്ക് പോയി. അപ്പോൾ ഇവിടെ വിശുദ്ധ ഹിലാരിയോസ് പറയുന്നത് വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ഭൂമിയിൽ സമാധാനവും സന്മനസ്സും കൊണ്ടുവന്ന കർത്താവ് കണ്ടു. ആരാണത് കൊണ്ടുവന്നത്? അത് ഈശോ മിശിഹായിലൂടെ മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ ആർക്കും ഈ ഹൃദയം മാറ്റാനുള്ള സംവിധാനം തന്നിട്ടില്ല. എസെക്കിയേൽ മുതൽ കർത്താവ് ഇത് പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങളിൽ സൃഷ്ടിക്കും. അപ്പോൾ വൈവാഹിക ബന്ധത്തിൽ അതിനെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ വിവാഹ ജീവിതം, നമ്മൾ മിക്കവാറും പേര് വിവാഹിതരാണ്. ഇനിയും വൈകിട്ടില്ല. നമ്മൾക്ക് അടിസ്ഥാനപരമായി ഒരു മാറ്റം വരുത്തേണ്ട ഒരു മേഖലയാണിത്. അത് ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ മറ്റുള്ളവരുടെ തിന്മ കണ്ട് മറ്റുള്ളവരെ ക്രൂശിക്കുന്നു, അല്ലെങ്കിൽ തിന്മയാണ് നമ്മൾ അവരിൽ കാണുന്നത്. ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലും കാണുന്നത് ആദ്യം തിന്മയാണ്. അതിനു പകരം ഈശോയുടെ മനസ്സ് തിന്മ കാണാതെ നന്മ കാണുക, മറ്റുള്ളവരിലെ നന്മ കാണുക. അതാണ് അന്യരിൽ നന്മ കാണാൻ, അതു കണ്ടാനന്ദിക്കാൻ എന്നകക്കാമ്പിയിലങ്ങ് വെളിച്ചം തരേണമേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ഓറിയന്റേഷൻ നമുക്കുണ്ടാകണം. മറ്റുള്ളവരിലെ നന്മ കാണാൻ ആരിലാദ്യം കാണണം? നമ്മുടെ ജീവിത പങ്കാളിയിൽ കാണണം. നമ്മുടെ ജീവിത പങ്കാളിയിൽ നന്മ കാണണം ആദ്യം. സമാധാനവും സന്മനസ്സും പരിശുദ്ധാത്മാവിലൂടെ യേശു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പെട്ടി തുറന്നിട്ടില്ല, മുട്ടുവീൻ തുറക്കപ്പെടും. ഇതെല്ലാം പറയാൻ കാരണം ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചത് ഹൃദയകാഠിന്യം കൊണ്ടാണ്. അത് പഠിച്ചിട്ട് നമുക്ക് എന്താ പ്രയോജനം? പക്ഷെ അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചേക്കണം എന്താ? ഈശോ പറയാണ്, കൃപ കിട്ടിയവർക്ക് ഈ വിവാഹം തന്നെ ശരിയാവുള്ളൂ. എന്താണ് കൃപ? ഇതാണ് കൃപ, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്മനസ്സും സമാധാനവും. പ്രൈസ് ദി ലോർഡ്.